my name is Deepthi and in the business page le enne kanda aalkarku already enne ariyamayirikkum, but ennalum njan oru cheriya oru introduction enne patti I'll share with all of you. So basically njan Indian aanu. My home state is of course Kerala, but I was born and brought up in Delhi, and all of my life I have lived outside of Kerala. And I'm here in Canada, and I'm running my own digital business. And ende page le inne ende kude ullathu, she's a very special guest, I will say, because she's not only another fellow digital business owner herself, but she's also a very dear friend. So over to you, Mini. Hi, Mini. Hi, Deepthi. Yeah, thank you, Deepthi. Just ഇത് ഒരു ഇന്റർവ്യൂ അല്ല, ഞങ്ങൾ ഡിസ്കഷനിലാണ്. അപ്പം ആസ് എ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പാർട്ടായിരിക്കും നിങ്ങൾ എല്ലാ പേര്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയാം. എന്റെ പേര് മിനി സിബു ലെസ്റ്റർ ആണ്. ഞാൻ കാനഡയില് കഴിഞ്ഞ 1 വർഷമായിട്ടാണ് കാനഡയില്. അതിനു മുമ്പേ ഞങ്ങൾ അബുദാബിയിൽ UAE-യിലായിരുന്നു. ഞാൻ ബേസിക്കലി കേരളയിൽ നിന്നാണ്, ഇന്ത്യ കേരള എന്നാണ്. പക്ഷെ ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഹരിയാന, ഡൽഹിയുടെ അടുത്ത് തന്നെയാണ്. അപ്പം പറയാം, ഞാൻ നെയ്ബറിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. ഈ ബിസിനസ് ത്രൂവിലാണ് ഞങ്ങൾ ഒരു പരിചയമായത്, ഫ്രണ്ട്ഷിപ്പ് ആയത്. ഇതായിരുന്നു എന്റെ ഒരു, ഞാൻ ഇവിടെ എന്റെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. ഞാൻ കാനഡയിലെ മിസിസാഗയിലാണ് താമസിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ദീപ്തി ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. ദീപ്തി HR-ലായിരുന്നു. നേരത്തെ HR-ൽ ചോദിച്ചു, ഇപ്പം ഇവിടെ കാനഡയിൽ എവിടെ ജോലി ചെയ്യുമായിരുന്നു? ഇപ്പൊ ദീപ്തി ബിസിനസ് ഓണർ ആണ്, എനിക്കറിയാം. പക്ഷെ Absolutely. So Mini, India of course India, after my MBA ഞാൻ HR ആണ് ചെയ്തുകൊണ്ടിരുന്നത്. And പക്ഷേ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം I became more streamlined in the professional. So I have been into talent acquisition, and ഇവിടെയും I was working with top corporates handling talent acquisition കാനഡയിലും, and of course multi provinces ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബൽ ആയിട്ട് നമ്മൾ നോക്കാൻ തുടങ്ങി. But അതെല്ലാം കഴിഞ്ഞിട്ട് today I am doing something totally different. ഒരിക്കലും ചെയ്യാത്ത ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇന്ന് തിരിഞ്ഞിരിക്കുകയാണ്, ആൻഡ് ഐ എം ഡൂയിങ് ദിസ് വിത്ത് യു. സോ യെസ്, ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണൽ ടേൺഡ് ഓൺട്രപ്രനർ എന്ന് പറയാം. ആൻഡ് ഐ തിങ്ക് മിനി സിമിലർലി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ, you don't come from corporates, but I know that Miniki fashion background ഉണ്ട്. So you have done something in fashion designing for the longest time, അല്ലേ? So അവിടെ ഇങ്ങോട്ട് എങ്ങനെ മിനി എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തി? ദീപ്തി, ഞാൻ ആസ് എ ഫാഷൻ ഡിസൈനർ ഞാൻ 7 years വർക്ക് ചെയ്താണ്. ഇന്ത്യയിലായിരുന്നു, മോസ്റ്റ്ലി എന്റെ ഗുർഗാവ്, ഡൽഹി ഒക്കെ ആയിരുന്നു. അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എവിടെയാണ്. അപ്പം അവിടെ എക്സ്പോർട്ട് ലൈനിലായിരുന്നു, പിന്നെ ബൈങ് ഹൗസ് ആയിരുന്നു. അപ്പം ഇവര് നമുക്ക് അറിയാലോ, ബ്രാൻഡ്സ്, വലിയ ഗ്യാപ്പ്, ഇതൊക്കെ ഇവർക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം നല്ല ഒരു സാലറി, നല്ല ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ കരിയർ ബ്രേക്ക് കൊടുത്തത് പിള്ളേർക്ക് വേണ്ടിയാണ്. അവിടുന്ന് ഞാൻ 17 years ഗ്യാപ്പ് കൊടുത്തു. പക്ഷെ ബാക്ക് ഓഫ് ദ മൈൻഡ്, എന്റെ ഫാദർ സെയിം ഗാർമെന്റ് ലൈനിൽ തന്നെയാണ്. പപ്പയ്ക്ക് സ്വന്തം ബിസിനസ് ആയിരുന്നു. പപ്പ ഇപ്പൊ ഇല്ല. അപ്പം പപ്പയ്ക്ക് സ്വന്തം ബിസിനസ് ആയി. കാരണം എനിക്ക് ആ ബിസിനസിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ത്രിൽ. എപ്പോഴെങ്കിലും ഞാൻ എന്റെ സ്വന്തം ബിസിനസ് തുടങ്ങും. പക്ഷെ ദുബായില്, UAE-ലൊക്കെ താമസിക്കാൻ നേരത്തെ നമുക്ക് ആവശ്യം തോന്നത്തില്ല. കാരണം ഒരു സാലറി നല്ല സുഖമായിട്ട് നമ്മൾ താമസിക്കുക. കാരണം ടാക്സ് കൊടുക്കണ്ട, എല്ലാ കാശ് അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് വരും. 1 വർഷത്തിൽ 3 പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുമായിരുന്നു. അമേസിംഗ് ലൈഫായിരുന്നു. പക്ഷെ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ കാനഡ വരാൻ പ്ലാൻ ചെയ്തു. അപ്പൊ കാനഡ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ സ്ട്രഗിൾ ആണ്. കാരണം ഹസ്ബൻഡ് സാലറി കിട്ടുന്നുണ്ടെങ്കിലും അതിന് മാക്സിമം പാർട്ട് ടാക്സിലാണ് പോകുക. നമ്മൾ ടാക്സ് സാലറിയിൽ കൊടുക്കുവാണ്, നമ്മൾ സാധനം മേടിക്കുന്ന നേരത്തെ ടാക്സ് കൊടുക്കുക ഇസ് ഹ്യൂജ്. അപ്പം നമുക്ക് പിള്ളേർക്ക് വേണ്ടിയാണെങ്കിൽ ഇനി മോൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാറായി. അപ്പൊ എനിക്ക് കൊച്ചിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ, പിന്നെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓപ്ഷൻസ് നോക്കാൻ തുടങ്ങി. പ്ലാൻ ചെയ്തു ഞാൻ എന്റെ ഗവൺമെന്റ് ലൈനിൽ തന്നെ സ്വന്തം ബിസിനസ് തുടങ്ങാം. പക്ഷെ ദീപ്തി, എനിക്കറിയത്തില്ല ദീപ്തിയോട് എങ്ങനെ ഞാൻ പറയുക, ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ലൈസൻസ് എടുക്കണം, ഞാൻ അതിനൊക്കെ പോയി. എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് എടുക്കണം, കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് സ്റ്റോർ നോക്കണം, കുറെ പ്രൊഡക്റ്റ് എടുത്ത് വെക്കണം, പിന്നെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. കാരണം അറിയാലോ, നമുക്ക് ഇന്നിട്ട ഡ്രസ്സ് നമുക്ക് 4 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു പാർട്ടിയിൽ ഇടാൻ തോന്നത്തില്ല. അപ്പം അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഇത്ര എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ മൂവ് ചെയ്തിട്ടേ ഉള്ളൂ, ഇപ്പൊ ഇവിടെ സെറ്റിൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് ചെയ്യാനില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യണം വന്നിട്ടാണ്, അപ്പോഴാണ് ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ബിസിനസിനെ എടുത്തത്. ഐ എം വെരി ഹാപ്പി. ഇപ്പൊ എനിക്ക് ഒരു ധൈര്യമായിട്ട് പറയാം, ഐ എം എ ബിസിനസ് വുമൻ. Absolutely, Mini. The Mini, very very interesting story, because of a fashion line in the Mini straight into entrepreneurship and in the business owner right in the and similarly ഞാൻ പറയുകയാണെങ്കിൽ, as I was telling you, right, corporates in the straight into a line which I have never done before. So Mini, ഒരു കാര്യം I'm sure whoever is watching, അവർക്ക് എന്തായാലും ഒരു ഡൗട്ട് ആയിട്ട് വരും. അപ്പൊ ഈ
people, at absolutely different backgrounds in the different professions. ഇങ്ങനെ ചെയ്തിട്ടില്ല. And ഇന്ന് നമ്മൾ രണ്ടുപേരും, by God's grace, we both are doing very well in our individual businesses. So എങ്ങനെയാണ് മിനി നമ്മൾ from absolutely newbies to ഈ സ്റ്റേജ് വരെ എങ്ങനെയാണ് ഇത്രയും കോൺഫിഡന്റും സക്സസ്സും ആയിട്ട് എത്തിയത്? Why don't you share with all of us? എന്തെങ്കിലും ഒന്ന് പറയാമോ? അത് സത്യം പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ഡൗട്ട് ആയിരിക്കും. കാരണം നമ്മൾ ആസ് എ ഹൗസ് വൈഫ്, ഞാൻ 17 years ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു മറ്റേ കോർപ്പറേറ്റ് ഇങ്ങനെ ഇതിലൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് ലെവൽ നമ്മൾ പോകും. പിന്നെ ഞാൻ എന്റെ മിഡ് 40s അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ആ സമയത്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ രീതിയിലും കോൺഫിഡൻസ് പോയി കാണും. അപ്പം എനിക്ക് ഒരിക്കലും തോന്നിയില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും പുതിയ പഠിക്കാം. പക്ഷെ ഈ ബിസിനസ്സിൽ നമ്മൾ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ആദ്യം തന്നെ പറയും നിങ്ങൾക്ക് ട്രെയിനിങ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഏത് കമ്പനി ജോയിൻ ചെയ്ത ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന്റെ ഒരു ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത്. പിന്നെ അത് മാത്രം വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ആണ്. നമുക്ക് എപ്പം വേണമെങ്കിൽ നമ്മളെ സൗകര്യം വെച്ചിട്ട്, ഇപ്പൊ ഞാൻ എന്റെ മോനെ കൊണ്ട് ബാസ്കറ്റ് ബോൾ പോകുമ്പോഴായിരിക്കും ഞാൻ ട്രെയിനിങ്സ് ആയിട്ട് എയർപോർട്ട് ഇട്ടിട്ട് കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ട്രെയിനിങ് കേൾക്കാം, മനസ്സിലാക്കാം, ഓക്കെ ഇതാണ്. പിന്നെ ഓരോ പേജ് നമുക്ക് വെബ്സൈറ്റ് ഒക്കെ ഇവർ ഇതാക്കി തരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വെബ്സൈറ്റ് ഒക്കെ ഞാൻ തന്നെ ആയിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് വെബ്സൈറ്റ് എന്റെ ബ്രെയിനിൽ തലയിൽ എന്താ വരുന്നത്, ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ത്രൂല് ഇത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഓരോരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇത് ആക്കുന്നത്, ഈ ട്രെയിനിങ് കാണിക്കുമ്പോൾ നമുക്ക് പറയാൻ സപ്ലാ മനസ്സിലാകുന്നു ഓക്കെ മൈ ഗോഡ് ഇത്രയാണോ ഇതിനകത്തൊക്കെ. അപ്പം ഇറ്റ്സ് അമേസിങ്. ഇപ്പം എന്റെ കോൺഫിഡൻസ് ലെവൽ ഞാൻ ദീപ്തിയോട് ജസ്റ്റ് ഒരു ഇതിൽ പറയൂല, ഞാൻ ഗോലായിരുന്നു, ഐ എം നൗ ഹിയർ. ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്റെ അത്രയ്ക്ക് കോൺഫിഡൻസ് ലെവൽ ഹൈ ആണ്. അപ്പൊ അമേസിങ്. ഇത് ട്രെയിനിങ് ഒക്കെ അത് പിന്നെ അതല്ല, ഇവർ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക ട്രെയിനിങ്. ഒരു അല്ലെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയല്ല എത്ര ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇറ്റ്സ് അമേസിങ്. ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ആൻഡ് മിനി അതിലോട്ട് ഞാനൊന്ന് ജസ്റ്റ് ക്വിക്ലി ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മിനി നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ് വരുന്നത്, ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് എത്തുന്നത് അല്ലേ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിനി പറഞ്ഞു ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നെങ്കിലും ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ് സോ വെൽ, സോ യു ക്യാൻ ഡു ഇറ്റ്, എനിബഡി ക്യാൻ ഡു ഇറ്റ്. സിമിലർലി ഞാൻ പറയുകയാണെങ്കിൽ മിനി ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല, എന്നാൽ പോലും ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എ സ്കൂൾ സ്റ്റുഡന്റ് ബിക്കോസ് എനിക്ക് തോന്നി ഹൗ വിൽ ഐ ഡു ഇറ്റ്, ബിക്കോസ് വാട്ട് ഐ വാസ് ഡൂയിങ് ഐ വാസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. ബട്ട് ഇത് അതല്ല, ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് സ്കൂൾ റൈറ്റ്. ആൻഡ് പറഞ്ഞതുപോലെ ഹൗ വിൽ ഐ ഡു എ വെബ്സൈറ്റ് ക്രിയേഷൻ, ഡൊമൈൻ ക്രിയേഷൻ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇതെനിക്കറിയില്ല. ബട്ട് ടുഡേ നമ്മൾ ഈ ട്രെയിനിങ് ആയതുകൊണ്ട് ആൻഡ് ഇത്രയും എക്സോസ്റ്റീവ് ആണ്, മിനി പറഞ്ഞതുപോലെ എക്സോസ്റ്റീവ് ആണ്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഇന്ററാക്റ്റീവ് ആണ്, ആൻഡ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കാണാം അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സോ അത് വളരെ റെലവെന്റ് ആയ ഒരു ആസ്പെക്ട് ആണ് മിനി. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ബ്യൂട്ടി. കാരണം പിന്നെ ഇത് ഒരു കാര്യമുണ്ട്, ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിൽ വരാൻ നേരത്തെ എങ്ങനെയാ മനസ്സിലാക്കിയത്, എനിക്ക് ദിറ്റിനെ അറിയത്തില്ലായിരുന്നു, ദിറ്റിക്ക് എന്നെ അറിയത്തില്ലായിരുന്നു, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല ഈ ബിസിനസ് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം ഈ ബിസിനസിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കണം. ആൾക്കാർക്ക് ചോദ്യം ഞാൻ പറയാം, എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നമ്മൾ ഈ 149 കൊടുക്കേണ്ടത്, $149 എന്തിനാ കൊടുക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളോട് ഇൻഫർമേഷൻ പറഞ്ഞു, ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറിയിട്ട് വെബിനാർസ് ഒക്കെ കാണണം. അപ്പൊ ദീപ്തിക്ക് ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും മിനി ഇത് ആക്ച്വലി ഇൻഫാക്ട് വരുന്നത് വളരെ കോമൺ ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഇൻഫാക്ട് വൺ ഓഫ് ദോസ് ഇനീഷ്യൽ ക്വസ്റ്റൻസ് ആണ് എന്റെ അടുത്ത് ഇത് വരുന്നത്. അപ്പൊ മിനി ഇത് ചോദിച്ചത് വളരെ നല്ല കാര്യമായി. അഫ്കോഴ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു ആബ്സല്യൂട്ട് എന്താ പറയുക നമ്പർ 1 പ്രിലിമിനറി ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ദിസ് 149. പിന്നെ ഇപ്പൊ മിനി പറഞ്ഞതുപോലെ യു ബോത്ത് ആർ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ്, എന്തുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻ തന്നൂടാ, വൈ ഷുഡ് ഐ നൗ പേ 149 ആൻഡ് ഈ പ്രോസസ് ചെയ്യണം, ഇവിടെ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞൂടാ. സോ അത് വളരെ റെലവെന്റ് ആണ് മിനി. ആൻഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഇഫ് ഓൾ ഓഫ് us if you look at it, ഈ വെബിനാർ കണ്ടിട്ടാണ് നമ്മൾ ഈ 149 പറ്റി ആക്ച്വലി അറിയുന്നത്. നമുക്ക് ഫുൾ വെബിനാർ ഉണ്ട് റൈറ്റ്, വിച്ച് ഇസ് അതിന് നമ്മൾ ഈ ഗ്ലോബൽ പാർട്ട്നേഴ്സിനെ കാണുന്നുണ്ട്, അവരുടെ ഈ സ്റ്റോറീസ് അറിയുന്നുണ്ട്, വി ആർ സീയിങ് റിയൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അബൌട്ട് ഈ ബിസിനസ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മളുടെ ഈ 149 ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. സോ ആ 149 സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ടെൽ us ദാറ്റ് എല്ലാവരും ഈ വെബിനാർ കാണുന്ന എല്ലാവരും ആ വെബിനാറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണമെന്നില്ല റൈറ്റ്. വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് കുഡ് ബി ഇറ്റ് നീഡ്സ് എ 149 പേയ്മെന്റ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ബട്ട് മെയിൻ തിങ് എന്താണ്, ആ 149 സേഫ്റ്റി നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ 149 ഫുള്ളി റീഫണ്ടബിൾ ആണ്. അതും അവർ അവിടെ തന്നെ പറയുന്നുണ്ട്. 30 ഡേയ്സിന്റെ ടൈം ഉണ്ട്. സോ 30 days ഇസ് റീസണബിൾ ടൈം. 30 ഡേയ്സിന് അകത്ത് നിങ്ങൾ ആ 149 പേ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രീ കോച്ചിങ് വീഡിയോസ്, കോച്ചിങ് കോൾ വിച്ച് ഇസ് കസ്റ്റമൈസ്ഡ്, എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ കോച്ചിങ് കോൾ കിട്ടും, വിച്ച് ഇസ് വിത്ത് യുവർ കോച്ച് ആൻഡ് മെന്റോർസ്. ലൈക്ക് യു ആർ എ മെന്റോർ, ഐ എം എ മെന്റോർ. നമ്മൾ എല്ലാവരും അവിടെ കാണും. എല്ലാവരും ഉണ്ടായിട്ടും അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് പോലും ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ്,
നിങ്ങൾക്ക് ആ സേഫ്റ്റി നെറ്റ് ആ വെബിനാറിൽ കണ്ട ആ 149 കൂടെ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, 30 days fully refundable. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പറയുന്ന ടെൻഷൻ വരത്തില്ല. വെബിനാർ കണ്ടു, 149 കണ്ടു, അത് കണ്ടിട്ട് പേടിച്ചു തിരിച്ചു പോയി. വേണ്ട, ആരാണ് അവിടെ നിന്നിട്ട് പേടിക്കാതെ കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്, വിത്ത് ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് റീഫണ്ട് എടുക്കാം. സോ അത് നോക്കിയിട്ടാണ് നമ്മളും വന്നത് അല്ലെ മിനി? ദാറ്റ് ഇസ് ഹൗ ഐ ടുക്ക് ദ സ്റ്റെപ്പ്. പക്ഷെ മിനി ഒരു കാര്യം, ഇപ്പൊ മിനി ഈ 149 ചോദിച്ചതുകൊണ്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. ഇതേപോലെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പൊ ഞാൻ ഈ 149 സേഫ്റ്റി നെറ്റ് മനസ്സിലാക്കി, ഞാൻ പേ ചെയ്തു. അപ്പൊ ഈ 149 വെച്ച് തന്നെ എനിക്ക് എന്റെ ബിസിനസ്സും കൂടി ചെയ്യാനുള്ള അമൗണ്ട് ഈ 149 കവേർഡ് ആണോ, അല്ലെങ്കിൽ ഈ 149 ആണോ എന്റെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് അമൗണ്ട്? അതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ടെങ്കിൽ മിനി എങ്ങനെയാണ്, എന്താണ് പറയാറുള്ളത് നമ്മുടെ? അതാണ് ദീപ്തി, കാരണം ഈ 149 ആദ്യം ഞാൻ ഈ നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പില് ബിസിനസ് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് 149 കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്, 149 ഇപ്പൊ കൊടുത്തേക്കാൻ എന്റെ മനസ്സിൽ അങ്ങനെ വന്നത്. പക്ഷെ ഞാൻ വെബിനാറിൽ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് പല കമ്പനിയുടെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ 149 വെച്ച് കഴിഞ്ഞ്. കാരണം നമ്മുടെ കമ്മീഷൻ നമ്മൾ ഏതാണ്, എന്റെ പോക്കറ്റ് ഇപ്പം എന്താ അലോ ചെയ്യുന്നത്, ചിലപ്പം ദീപ്തിക്ക് അതല്ലായിരിക്കും, പിന്നെ ദീപ്തിക്ക് എന്താണ് അത് എനിക്കല്ലായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ പോക്കറ്റ് എന്താ അലോ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഏത് ബിസിനസ് പ്ലാനിൽ പോകണം, എങ്ങനെയാണ് കമ്മീഷൻ, എങ്ങനെയാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കും ആരുടെ പേരിലായിരിക്കും ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നത്, ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കോളില് അല്ലെങ്കിൽ 15 മിനിറ്റ് വീഡിയോ കോളില് അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഹ്യൂജ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കമ്മീഷൻ, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ഇത് ബിസിനസ് ആയിട്ട് ഏത് പ്ലാനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് 149 അല്ല, 149 കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കോർഡിംഗ്ലി ആയിരിക്കും. ദീപ്തി ഇവിടെ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുക്കുവാണെങ്കിൽ, ഒരു കമ്പനിയിൽ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുക, സപ്പോസ് എനിക്ക് KFC ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ KFCയുടെ ഫ്രാഞ്ചൈസി പോവാ. ആ KFCയുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ എനിക്ക് അവരുടെ റൂൾ റെഗുലേഷൻ ഒക്കെ എത്രയുണ്ടറിയോ? അവിടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കഴിഞ്ഞിട്ട് അവരുടെ ട്രെയിനിങ് എടുക്കണം. ആരാണോ അവരാണ് ട്രെയിനിങ് എടുക്കുന്നത്. കാരണം ഇവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം പിന്നെ ഞാൻ അത് ഏരിയ അവർക്ക് കാണിക്കണം, ഞാൻ എവിടെയായിരിക്കും എന്റെ ഷോപ്പ് ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയാ തുടങ്ങാൻ പോകുന്നത്, അവരായിരിക്കും സെറ്റപ്പ് ചെയ്യിപ്പിക്കാനുള്ള ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ എത്ര പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കണം. ചിലപ്പം ഇവിടെ നിന്നാണെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് വീഡിയോ കോളിംഗ് ഉണ്ടായിരിക്കും, കുറെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോയാൽ മതിയായിരിക്കും. പക്ഷെ പോയിട്ടോ അതെനിക്ക് ആ റീഫണ്ട് തരത്തില്ലല്ലോ. ഈ 149 കൊടുത്തിട്ട് ഇത് ബിസിനസ് പ്ലാൻ മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വരണ്ട, നിങ്ങളുടെ പോക്കറ്റ് അലോ ചെയ്യുന്ന എത്രയാ ചെയ്യുന്നത് അത് വെച്ചിട്ട് പോയാൽ മതി. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നത് ആ വലിയൊരു ഇത് സംഭവമല്ല. ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ ആണ്. അവിടെ തന്നെ ഇരുന്ന് മനസ്സിലാക്കുക. വേണ്ടെങ്കിൽ വേണ്ട, ആരും തിരിച്ച് പുറകെ വരത്തില്ല. അപ്പം ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. കാരണം 149 കഴിഞ്ഞിട്ട് ബിസിനസ് പ്ലാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 149 എടുക്കുന്നത്. അതും തിരിച്ചു കിട്ടും. ബിസിനസ്സിന് നിങ്ങളുടെ പോക്കറ്റ് അക്കോർഡിംഗ്ലി നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എങ്ങനെയാണ്, ഏത് പ്ലാനിന്റെ കൂടെയാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അതാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് ഇത് എല്ലാവരുടെ സംശയം കോമൺ ആയത്. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. സോ ദീപ്തി, എനിക്കൊരു കാര്യം ചോദിക്കണം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് ദീപ്തി ഇതിനെ കുറിച്ച്? കാരണം ചില പേര് ഫസ്റ്റ് എനിക്ക് ഒരു ഹെസിറ്റേറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരും, ഒരിക്കലും വരാത്ത ആള്, ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരും? ഓക്കെ ഹായ് ടാറ്റ ബൈ ഒക്കെ ചെയ്യാം. പക്ഷെ കുറെ പേരുണ്ട് ഈ ബിസിനസ്സിൽ ഈ ഡൗട്ട് വെച്ചിട്ട് ആൾക്കാർ പുറകെ നിൽക്കുന്നത്, അയ്യോ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല, എനിക്ക് പറ്റത്തില്ല. എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ? എന്തെങ്കിലും എങ്ങനെയാ? അല്ല, തീർച്ചയായിട്ടും ഇതിൽ തീർച്ചയായിട്ടും ഞാൻ ആഡ് ചെയ്യാം. കാരണം നമ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഐ ഹാവ് ഓൾസോ ബീൻ എ കൺസ്യൂമർ ഫോർ ദ ലോങ്സ്റ്റ് ടൈം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട്, റൈറ്റ്? ദ amount ഓഫ് കോണ്ടന്റ് അവിടെ കിടക്കുന്നത് മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഐ ക്യാൻ സ്ക്രോൾ, റൈറ്റ്? സോ ഞാനൊരു നല്ല കൺസ്യൂമർ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഡിഫറെന്റ്. ഈ ബിസിനസ് മോഡൽ മനസ്സിലാക്കി വളരെ എക്സൈറ്റഡ് ആയി, ബിക്കോസ് ഐ വാസ് ലൈക്ക് റിയലി എന്താ പറയാ, ഐ വാസ് റെയറിംഗ് ടു ഗോ വിത്ത് ദിസ് ബിസിനസ്. എന്നാൽ വെൻ ഐ ഗോട്ട് ടു നോ ദാറ്റ് ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ആണ്. കേൾക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുകയാണെങ്കിലും മിനി പറഞ്ഞ അതേ പോയിന്റ്, ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല. മൈ ജോബ് നെവർ റിക്വയർഡ് മീ ദാറ്റ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കോണ്ടന്റ് ചിന്തിച്ച് ഉണ്ടാക്കുക, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ ആ ഒരു ഹെസിറ്റേഷൻ, കാരണം നമ്മളിപ്പോ എന്താ പറയുന്നത്, ഗിയർ മാറ്റുകയാണ്. വി ആർ കമ്മിങ് ടു ദി അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി, അല്ലെ? നമ്മൾ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇതിനൊക്കെ ഉണ്ടാക്കണം. സോ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ഇത് ദാറ്റ് ഈസ് എന്താ പറയുക, ഒരു ഹെസിറ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്, അങ്ങനെ ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസും ഇല്ല. പിന്നെ പറഞ്ഞതുപോലെ ഈ ക്യാമറ ഫേസിങ് ആസ്പെക്ട് ആയി. പക്ഷേ ഇതിലും ഞാൻ മിനിയുടെ ആദ്യം പറഞ്ഞ പോയിന്റിന് ഞാൻ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്പർ 1 ഇതിനെ എന്നെ ഹെൽപ്പ് ചെയ്തത് സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ട്രെയിനിങ് ആണ്.
കാരണം ഓൾ ദീസ് മോഡ്യൂൾ അവിടെയും അവരെ എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ പഠിപ്പിക്കും. എങ്ങനെയാണ് നമ്മൾ ഈ സൈഡ് ഓഫ് ദിസ്, നമ്മൾ പറയുന്ന പോലെ യു ആർ കമ്മിങ് ടു ദിസ് സൈഡ് ഓഫ് ദ കോർട്ട്, ഈ സൈഡ് ഓഫ് ടെന്നീസ് കോർട്ടിൽ വരുമ്പോഴേ എങ്ങനെയാണ് നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്നത്, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ ജസ്റ്റ് ലൈക്ക് യു ടേക്ക് എ നഴ്സറി ചൈൽഡ്, അങ്ങനെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ 1 എന്നെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ ട്രെയിനിങ് പ്ലേഡ് എ ഹ്യൂജ് റോൾ. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി, ദ ബിസിനസ് കമ്മ്യൂണിറ്റി വിച്ച് യു ആൻഡ് ഐ ആർ എ പാർട്ട് ഓഫ്, റൈറ്റ്, അവിടെയും നമുക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടും. ബിക്കോസ് ഓൾ ഓഫ് us ആർ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്. ഇൻഫാക്ട് നമ്മുടെ ബിസിനസ്സിൽ ചെയ്യുന്നത് ആരും ഈ ഫീൽഡിൽ നിന്ന് വരുന്നതല്ല. all of us are from all different walks of life. So അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു എന്താ പറയുന്ന ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കിട്ടുന്നത്. ബിക്കോസ് all of us keep encouraging each other, we keep telling each other, ഞാൻ എന്ത് പഠിച്ചു അത് ഞാൻ മിനിയുടെ കൂടെ ഷെയർ ചെയ്യും. മിനി അതേപോലെ 10 പോയിന്റ്സ് മിനി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാണ്. ആൻഡ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വി ആർ നോട്ട് ലെറ്റിംഗ് ഈച്ച് അതർ ഡൗൺ, നമ്മൾ എൻകറേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവാണ്. സോ നമ്മളെ പോലെ തന്നെ ആർക്കെങ്കിലും ഈ ക്യാമറ ഹെസിറ്റേഷൻ ഇത്രയും കണ്ടിട്ടും ഉണ്ടെങ്കിൽ, ദേ ആർ സ്റ്റിൽ നോട്ട് കംഫർട്ടബിൾ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം മനസ്സിലായി, ബട്ട് ഐ എം സ്റ്റിൽ നോട്ട് കംഫർട്ടബിൾ ടു പുട്ട് മൈ ഫേസ് ടു ഇറ്റ്, അങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ മോഡലിൽ അവിടെയും ഒരു ആസ്പെക്ട് ഉണ്ട്, വെർ ദർ ഇസ് കോൾഡ് ഫേസ്ലെസ് മാർക്കറ്റിംഗ്. ഇത്രയും സപ്പോർട്ട്, ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ട് പോലും നമുക്ക് ഒരു റിസർവേഷൻ ഉണ്ടാവാം. ഇറ്റ്സ് വെരി നാച്ചുറൽ, റൈറ്റ്? നോ ടു പീപ്പിൾ ഹാവ് ടു തിങ്ക് ദ സെയിം വേ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ച് ഈ ബിസിനസ് വിടേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ദർ ഇസ് ഫേസ്ലെസ് മാർക്കറ്റിംഗ്. ഫേസ്ലെസ് മാർക്കറ്റിംഗിൽ നമുക്ക് മീഡിയ കോണ്ടന്റ് ഉണ്ടാക്കാം, നമുക്ക് വെറുതെ ഒരു പിക്ചർ കോണ്ടന്റ് മാത്രമല്ല. ആൻഡ് ആരെങ്കിലും വിചാരിക്കുകയാണ് മിനി ദാറ്റ് അല്ല ഞാനിപ്പോ എന്റെ ഫേസ് ഇടുന്നില്ല അതുകൊണ്ട് എന്റെ ബിസിനസ് സക്സസ്ഫുൾ ആവത്തില്ല. നോട്ട് അറ്റ് ഓൾ. കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മിനി തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന ഒരു എലിമെന്റ് നമ്മുടെ ബിസിനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. ദാറ്റ് ഇസ് ദ ബാക്ക് ബോൺ നമ്മുടെ ബിസിനസിന്റെ. എന്നാൽ അത് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് പിറകെ പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ഓൾ ഓഫ് us come with the same fear, come with the same inexperience. ബട്ട് നമ്മൾ എല്ലാവരും ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ് യു ഓൾസോ. That's true. അത് നോ ഡൗട്ട്. ഇവിടുത്തെ ഈ ഹ്യൂജ് കമ്മ്യൂണിറ്റി ആണ്, അത് നമ്മളെ എത്ര ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര കാര്യങ്ങൾ നമ്മൾ സ്റ്റക്ക് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പറയാനും ഇതൊക്കെ ഓരോ സ്റ്റെപ്പിലല്ല, ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്തോ അപ്പൊ ആവും. ഓക്കെ, അല്ലേ? ഈ മിനി നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം കൂടെ മിനിയുടെ അടുത്തുനിന്ന്, കാരണം ഐ വാസ് വാണ്ടിങ് ടു ആസ്ക് യു സ്പെസിഫിക്കലി അബൌട്ട് ദിസ്. കാരണം when people think okay social media നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ what are you still doing in this business? നിങ്ങൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ദാറ്റ് മീൻസ് നിങ്ങൾ ബിസിനസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സെല്ലിംഗ് ഒക്കെ കാണാതിരിക്കത്തില്ല. കാരണം എന്ത് ബിസിനസ് ആണെങ്കിലും there has to be some transaction. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ പറയുകയാണെങ്കിലും ദീപ്തി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഇതിന്റെ ഒരു there will be something hidden. നിങ്ങൾ എന്തോ സെൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മിനിയുടെ അടുത്ത് ചോദിക്കട്ടെ, മിനി, ഞാനും മിനിയും എന്താണ് ആക്ച്വലി ഇവിടെ സെൽ ചെയ്തിട്ടുള്ളത്? നല്ല ചോദ്യം ചോദിച്ചാൽ, കാരണം ഇത് ചോദ്യം ചോദിച്ച ഉടനെ എനിക്ക് ഒരു ഓർമ്മ വന്നു. എന്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞാണ്, ഒരു ബിസിനസ് ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തത് അയാൾക്ക്. കാരണം ഞാൻ പിന്നെ പറയാം, ആളുടെ പേര് പറയുന്നില്ല. അപ്പൊ ഞാൻ അവർക്കൊരു എക്സാമ്പിൾ കൊടുത്തത്, ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് ഉണ്ടല്ലോ, അവരെന്താ അവരുടെ സ്വന്തം വീടാണോ വിൽക്കുന്നത്? അല്ലല്ലോ, വെല്ലോടെ വീട് അവർ ബയേഴ്സിനെ സെല്ലേഴ്സിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു, അത് സെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്നു, റൈറ്റ്? അവിടെ കയ്യിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലല്ലോ കാണിക്കാൻ, എല്ലാവരും ഇങ്ങനെ പോയി കാണിക്കാൻ. അപ്പൊ നമ്മളും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നില്ല, എവിടെയും ആരും കാണാൻ പോകുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക്കും അതൊന്നും ഇല്ല ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു കമ്പനി ആയിട്ട്, കുറെ കമ്പനീസ് ഉണ്ട്, അതിൽ നമ്മൾ നമ്മുടെ പ്ലാന്റെ അക്കോർഡിംഗ്ലി നമ്മൾ ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് ആണ്, ഒരു പാർട്ട്ണറാണ്. അവർ ഓൾറെഡി സക്സസ്ഫുൾ ബിസിനസ് പ്ലാൻ റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. നമ്മൾ ആ ബിസിനസ് പ്ലാനിനെ പ്രൊമോട്ട് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഇപ്പം ആരാ ഇൻട്രസ്റ്റ് ഉള്ളത്? ഇപ്പൊ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഒരു ബിസിനസ് പ്ലാൻ, എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് നോക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നോക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് നോക്കട്ടെ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് എന്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എന്റെ പിള്ളേരെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ തന്നെ എന്റെ ഒരു കംഫർട്ട് ഇതിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും പണി നോക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ബിസിനസ് പ്ലാൻ കിട്ടിയത്. അപ്പൊ ആരാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അവരെ നമ്മൾ ഗൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ അവർ പ്ലാൻ മേടിക്കുവാണെങ്കിൽ ഈ പ്ലാൻ ബിസിനസ് അവർ ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹമാണെങ്കിൽ അതിന്റെ കമ്മീഷൻ നമ്മൾക്ക് കിട്ടും. That's it. ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഇല്ല, ഞങ്ങൾ ഒന്നും സെയിൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ. ഐ തിങ്ക് ഇത് മനസ്സിലായി കാണും. ദീപ്തിക്ക് എന്താ തോന്നുന്നത്? ദീപ്തിയുടെ ആൾക്കാർക്ക് മനസ്സിലായി കാണുമോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും മിനി, ഈ എസ്പെഷ്യലി മിനി ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ, ബിക്കോസ് വി ഓൾ റിലേറ്റ്, അല്ലെ? നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് മിനി ഇപ്പോൾ യൂസ് ചെയ്തത് വീടിന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക്.
സോ സിമിലർലി മിനി പറഞ്ഞ ആ പോയിന്റിനെ ഞാൻ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന നമ്മുടെ വീഡിയോ കാണാൻ പോകുന്ന ആരായാലും തന്നെ അവർക്ക് ഇത് വ്യക്തമായിക്കോട്ടെ ദാറ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റും നമ്മൾ സെൽ ചെയ്യുന്നില്ല. പിന്നെ മിനി പറഞ്ഞ അതേ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റീഇറ്ററേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു എനിബഡി, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും സർക്കിൾ ആയാലും ഇപ്പൊ എന്റെ എത്ര എക്സ് കൊലീഗ്സ് ഉണ്ട്, വി ആർ നോട്ട് ഗോയിങ് ടു എനിബഡി ടു ടെൽ ദം ദാറ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യണം, ജോയിൻ അസ്. ഇത് റിക്രൂട്ട്മെന്റ് അല്ല. ഐ കം ഫ്രം ടാലന്റ് ആക്വിസിഷൻ, ഐ കം ഫ്രം ഹാർഡ് കോർ റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് എനിക്ക് വൗച്ച് ചെയ്ത് പറയാൻ പറ്റും ദിസ് ഇസ് നോട്ട് റിക്രൂട്ട്മെന്റ്. നമ്മൾ ആരെയും റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. മിനി പറഞ്ഞതുപോലെ നമ്മൾ ഒന്നും സെയിൽ ചെയ്യുന്നില്ല. ആൻഡ് അതേപോലെ മിനി പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ വി ആർ നോട്ട് കമ്മിങ് ബിഹൈൻഡ് എനിബഡി. റൈറ്റ്? ഈ മോഡൽ പറഞ്ഞതിന് ശേഷം പോലും നിങ്ങൾക്ക് അത് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം, ഇപ്പൊ എങ്ങനെ മിനി കൺവിൻസ് ആയി, ഞാൻ കൺവിൻസ് ആയി, നമുക്കത് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തി. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തോന്നുന്നു ഇത് ചെയ്യേണ്ട, ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട, യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക്. അല്ലേ? ട്രൂ. അതെ. ദീപ്തി, ഞാനൊരു കാര്യം ചോദിക്കാം. ദീപ്തിക്ക് ഇപ്പം ദീപ്തിയുടെ ഇവിടെ ആരെങ്കിലും ദീപ്തിയെ അപ്രോച്ച് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ദീപ്തി അവരോട് എങ്ങനെയാ പറയുന്നത് ഈ ബിസിനസ് ലീഗലാണ്? കാരണം എല്ലാവരും പറയുമ്പോൾ ഞങ്ങളാ നല്ലത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമല്ലോ. ഇത് അപ്പം എങ്ങനെ ദീപ്തി അവരോട് പറയുന്നത് ഇത് ലീഗലാണ്? കാരണം എന്റെ ഓഡിയൻസിനോടും പറഞ്ഞേക്ക്. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ദീപ്തി പറ, എങ്ങനെയാണ് ദീപ്തിക്ക് എങ്ങനെ മനസ്സിലായി? ഓക്കെ, ഇത് ദീപ്തിയും വന്നായിരിക്കുമല്ലോ ബിസിനസ്, ഒരു ഡൗട്ട് കാണുമല്ലോ സ്റ്റാർട്ടിങ്ങില്, ഇത് ബിസിനസ് എന്താണ് എങ്ങനെയാണ്, ദീപ്തി എങ്ങനെയാ മനസ്സിലാക്കിയത്? ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ശരിക്കും പറയുകയാണെങ്കിൽ മിനി ദാറ്റ് വാസ് വൺ ഓഫ് ദ എന്താ പറയുക പ്രൈം ഡൗട്ട്സ് ആയിരുന്നു എനിക്ക്. റൈറ്റ്? ബിക്കോസ് സ്പെഷ്യലി ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ മാത്രം പണി ചെയ്യുന്ന ഒരാൾ, ബിസിനസ് ഒരിക്കലും ചെയ്യാത്ത ഒരാളാണ്. ആൻഡ് ഇതിപ്പോ ഞാൻ ഈ ഓൺലൈൻ സ്പേസിലും കൂടെ ഒരു ബിസിനസ്സും കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്പർ വൺ ഡൗട്ട് എന്റേതും ഇതായിരുന്നു ദാറ്റ് ഇത് ഇത്രയൊക്കെ ആണെങ്കിലും ഇത് എന്തെങ്കിലും ഒരു സ്കാം ആയിരിക്കാതിരിക്കത്തില്ല. ദിസ് ഇസ് സം കൈൻഡ് ഓഫ് എ സ്കാം. ബട്ട് ഇത് എങ്ങനത്തെ സ്കാം ആണെന്ന് മാത്രം എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല എന്നായിരുന്നു. ഫോർ ദ ലോങ്സ്റ്റ് ടൈം അതൊരു ഡൗട്ട് ആയിരുന്നു എനിക്ക്. അപ്പൊ വേറെ ഇത് ഇപ്പൊ മിനിയുടെ ഓഡിയൻസ് ആയാലും എന്റെ ഓഡിയൻസ് ആയാലും അവർക്ക് ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വളരെ നാച്ചുറൽ ആണ്. അവരിങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ then it's great, but ഇങ്ങനെ ചിന്തിക്കാതെ just in case you have that doubt in your mind, don't think you are thinking anything wrong. ഇതേ ഡൗട്ട് മിനിക്ക് ചിലപ്പോൾ ഉണ്ടായി കാണും, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ മിനി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഹൗ ഡിഡ് ഐ ഓവർകം ദിസ് ഡൗട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when I got to do the research നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമ്പർ വൺ തിങ് especially I can connect with, ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് how do I pay my taxes every year? I get a T4 as an employee from my corporate employers. I get a T4 every year. അത് വെച്ചിട്ടാണ് ഞാൻ എന്റെ ടാക്സ് ഫയൽ ചെയ്യുന്നത്. സോ നമ്പർ വൺ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഒരു ബിസിനസ് ഓണറായി മാറുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് ഗെറ്റ് എ T4 ബിക്കോസ് ഞാൻ ഇനി ഒരു എംപ്ലോയി അല്ല. ഐ എം റണ്ണിങ് മൈ ഓൺ ഷോ. ബട്ട് വാട്ട് ഡു I get a T4A. റൈറ്റ്? T4A. അതെ. ഈ T4ഉം ഈ T4A ഇങ്ങനത്തെ ഈ പറയുന്ന ലീഗൽ ഡോക്യുമെന്റ്സ്, ഇത് നമ്മൾ ലീഗൽ ആയ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് അവർക്ക് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അവർക്ക് പിന്നെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരാൻ പറ്റുന്നത്. സോ ഇഫ് ദിസ് ഇസ് നോട്ട് എ ലീഗൽ സെറ്റപ്പ്, നമ്മൾ ഈ ചെയ്യുന്ന ഈ ബിസിനസ് ഒരു ലീഗൽ ബിസിനസ് അല്ലെങ്കിൽ government will not give them a T4A to go ahead and give it to their their partners or to their business owners, right? So അവിടെ ആയിരുന്നു നമ്പർ വൺ എനിക്ക് മനസ്സിലായത് മിനി. ബിക്കോസ് ഇത്രയും വർഷം കൊണ്ട് ഈ കൺട്രിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്പെഷ്യലി ആസ് എ ലീഗലി നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഇസ് our number one requirement. I am a law abiding citizen. I want to do the right thing. So I know that I've always been paying my taxes using the T4 that my employers have given me. അപ്പോൾ ഇവിടെ വരെയാണെങ്കിൽ I am getting T4A every year. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ we are in the tax season. So we have all got our T4As and നമ്മൾ അത് വെച്ച് നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്. So അത് number one aspect ആണ് which will put which should technically give all of us that peace of mind that ശരിക്കും ഒരു ലീഗൽ ലെജിറ്റിമേറ്റ് ബിസിനസ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും there is nothing that you have to worry about. രണ്ടാമതൊരു കാര്യം പറയുകയാണെങ്കിൽ ഇനി കേൾക്കാൻ സിമ്പിൾ ആയിട്ട് തോന്നുകയാണെങ്കിലും വളരെ പവർഫുൾ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിലും യു ആർ എ റിയൽ പേഴ്സൺ, ഐ എം എ റിയൽ പേഴ്സൺ. റൈറ്റ്? ഈ ബിസിനസ് നടത്തുന്നത് വളരെ റെഗുലർ ആയി. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് ലൈക്ക് എനിബഡി ഹൂസ് ഔട്ട് ദെയർ. റൈറ്റ്? വി ആർ റിയൽ പീപ്പിൾ. നമ്മുടെ ഫാമിലീസ് ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ഒരു ഡിസിഷൻ എടുത്തപ്പോഴത്തേക്ക് എങ്ങനെ മിനിയുടെ ഫാമിലി ഇൻവോൾവ് ആയോ, എന്റെ ഫാമിലി ഇൻവോൾവ്, വി ഹവ് ഓൾ ടേക്കൺ എ ഫാമിലി എന്താ പറയുക കൺസെൻസസ് ആയിട്ട് ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുത്തു. നമ്മൾ ഇവിടെ വന്നു. വി ആർ പുട്ടിങ് അവർ സെൽവ്സ് ഔട്ട് ദെയർ. നമ്മളിപ്പോ നോക്കുന്നതും ഈ ഇന്ററാക്ഷൻ എന്ന് മിനിയും ഞാനും ഇരുന്ന് ഈ സംസാരിക്കുന്നത് തന്നെ വി ആർ പുട്ടിങ് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ. അല്ല നമ്മൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കുകയല്ല. റൈറ്റ്? നമ്മുടെ അതിന്റെ കൂടെ നമ്മുടെ ഫേസ്, നമ്മുടെ ഐഡന്റിറ്റീസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു റിയൽ ആയിരുന്നില്ലെങ്കിൽ ആരും ചെയ്യത്തില്ല. മിനി ചെയ്യത്തില്ല. മിനിയുടെ കാര്യങ്ങൾ, മിനിയുടെ വീട്ടിന്റെ കാര്യങ്ങൾ, മിനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ മിനിക്ക് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് കാണുകയാണെങ്കിൽ, എന്റെ ഓഡിയൻസ് ഇത് കാണുകയാണെങ്കിൽ from both of us they can see that we are two absolutely regular people with a regular life story. നമ്മുടെ ലൈഫിന്റെ ജേർണി മിനി ആദ്യം പറഞ്ഞതുപോലെ it brought us here together and today we both know each other. So തീർച്ചയായിട്ടും you can be rest assured. ഇങ്ങനെയാണ് ഞാൻ എന്റെ അഷുറൻസ് എടുത്തത്. കാരണം മിനി ഒരു റാപ്പ് അപ്പ് ചെയ്യാൻ ഞാൻ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിക്ക് എങ്ങനെയാണ് ആ അഷുറൻസ് കിട്ടിയത്? ഇപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടിയതുപോലെ മിനിക്ക് എങ്ങനെ തോന്നി? നമ്മൾ ഈ 149 കൊടുത്തില്ലായിരുന്നു നേരത്തെ.
അതെ. ആക്ച്വലി ഞാൻ 149 കൊടുത്തിട്ട് എനിക്ക് ബിസിനസ് എല്ലാം മനസ്സിലായി. പക്ഷെ സ്റ്റിൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് ഒന്നീ ചേസ് അപ്പ് ചെയ്യുന്നത്, ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു MLM ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ട്, ബിഫോർ മാരേജ്. ഞാൻ അതിൽ കുറെ കാശ് കളഞ്ഞിട്ടുണ്ട്. അതില് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധക്കാരെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ കസിൻസിനെ ഒക്കെ പിടിക്കുക, ജോയിൻ ചെയ്യും പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ എനിക്കത് റിപ്പീറ്റ് ചെയ്യണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ 149 കൂടെ ഇതിന് ബെസ്റ്റ് പാർട്ട് എന്താ, ഒരു കോച്ചിങ് കോൾ കിട്ടും. നമ്മൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരായിട്ട് നമുക്ക് വീഡിയോ കോളിൽ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയി. എനിക്ക് കിട്ടിയത് ഒരു 5 years എക്സ്പീരിയൻസ് ആയ ലേഡി ആയിരുന്നു ഈ ബിസിനസ്സിൽ. പുള്ളിക്കാരിയോട് ഞാൻ കുറെ ചോദ്യങ്ങൾ, ഞാൻ മാത്രമല്ല എന്റെ ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ട് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിച്ചു ലിറ്ററലി. അപ്പം ഇതാണോ ഇങ്ങനെയാണോ, ഇത് എങ്ങനെയാണ്, എന്റെ ബഡ്ജറ്റ് ഇങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്യും. അവര് ഈ ബിസിനസ് ബ്യൂട്ടി എന്താ അറിയോ, ഇവര് നമുക്ക് ഒരു EMI പ്ലാൻ ഉണ്ടല്ലോ, അത് വരെ. അപ്പൊ എനിക്ക് തോന്നി ഇത് റിസ്ക്, കാരണം നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഫൈനാൻഷ്യലി ഇങ്ങനെ വരുമ്പോ ബാങ്ക്സ് ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നത്, എത്ര കാശ് നമുക്ക് ലോൺ തരുന്നു അവരോട്. ഈ ബിസിനസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ മീൻസ് പുറകിൽ ഈ ബിസിനസ് കുറെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ ഇതൊക്കെ എന്റെ ഡൗട്ട്സ് അങ്ങനെ ക്ലിയർ ആയത്. പക്ഷെ ദീപ്തിയുടെ പോയിന്റ്സ് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ TF4നെ പറഞ്ഞിട്ട് ഇറ്റ്സ് റിയലി ഗുഡ് പോയിന്റ്. കാരണം അങ്ങനെ ദീപ്തി ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന കാരണമാണ് ദീപ്തിക്ക് അറിയാം ടാക്സ് ഇത് ചെയ്യണം. എനിക്ക് ഈ കൺട്രിയുടെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ നോക്കിയില്ല. അപ്പം ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. എന്റെ സംശയം അങ്ങനെയാണ് ഞാൻ മാറ്റിയത്. അല്ല, ബട്ട് അതാണ് ഞാൻ പറയുന്നത്. നമ്മളിത് പറഞ്ഞിട്ട് ഒരു റാപ്പപ്പ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ വി ആർ ഓൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പൊ മിനി എങ്ങനെ അതിനെ ഒരേ ഡൗട്ട് ആണ്, പക്ഷെ മിനി അതിനെ എങ്ങനെ ക്ലിയർ ചെയ്തു, ഞാൻ അത് എങ്ങനെ ക്ലിയർ ചെയ്തു. അതേപോലെ നമ്മുടെ ഓഡിയൻസ്, ദേ ആർ ഓൾ ഗോയിങ് ടു ബി എ മിക്സ്ഡ് ലോട്ട്, റൈറ്റ്? ദർ വിൽ ബി മെനി. ഇപ്പൊ മിനി ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത ആളാണ്, ജോലി ചെയ്തുകൊണ്ടിരുന്നു, then you took a break, now you're coming back. There will be many in our audience, മിനിയുടെ ഓഡിയൻസിലും എന്റെ ഓഡിയൻസിലും who have never ever worked, but ഇപ്പൊ എന്തോ ചെയ്യണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പൊ അവർ ഇതൊക്കെ എങ്ങനെ നോക്കുകയാണെങ്കിൽ, മിനിയുടെ ഈ പറഞ്ഞ പോയിന്റ്സ്, സ്പെഷ്യലി ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, സ്മോൾ പോയിന്റ് ആണെങ്കിൽ വളരെ പവർഫുൾ ആണ്. ബാങ്ക് വെറുതെ ആർക്കും ഒരു ലോൺ എഴുതി തരത്തില്ല. ബാങ്ക് ഡസ് ദ മോസ്റ്റ് ഡ്യൂ ഡിലിജൻസ്. ബാങ്ക് ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ടാണ് ഒരാൾക്ക് ഒരു ചെറിയ പേഴ്സണൽ ലോൺ പോലും സാങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ബിസിനസ് ലോൺ ആണ്. So മിനി പറഞ്ഞ പോയിന്റ്സ് നമുക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ വെരി സ്ട്രോങ് പോയിന്റ്. ഒരു ആസ് എ പേഴ്സൺ ഹു വാസ് ന്യൂ ടു ദ കൺട്രി, മിനി എന്നാലും ആ ഒരു ലോജിക് വെച്ച് മിനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളെ കാണുന്ന ആൾക്കാർക്കും, ഇഫ് ദേ ആർ വർക്കിംഗ്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നില്ല ബട്ട് അവരുടെ സ്പൗസസ് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവർക്ക് അങ്ങനെ T4 അറിയാമായിരിക്കും. അല്ല, മിനിയെ പോലെ ഇപ്പൊ ഇതാ വന്നതേ ഉള്ളൂ കൺട്രിയിൽ, ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് ദീസ് പാരാമീറ്റേഴ്സ്. അപ്പൊ ഇതെല്ലാം ലീഗൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. ദേ വിൽ നോട്ട് സപ്പോർട്ട് എനിത്തിങ് വിച്ച് ഇസ് നോട്ട് ലീഗൽ, റൈറ്റ്? സോ അങ്ങനെയാണ് നമ്മളും മിനിയും എന്നെ പോലത്തെ നോർമൽ ആൾക്കാർ ഇതിൽ വന്നിട്ട് നമ്മുടെ ഓൺ സക്സസ് ജേർണി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ മിനി, ജസ്റ്റ് ഇന്ന് മിനിയെ ബൈ പറയുന്നതിന് മുമ്പ് എനിക്ക് മിനിയുടെ ഒരു പാർട്ടിംഗ് മെസ്സേജ് ഫോർ യുവർ ഓഡിയൻസ്, ഫോർ മൈ ഓഡിയൻസ്, എന്താണ് മിനിക്ക് നമ്മുടെ അടുത്ത് ഒന്ന് പറയാനുള്ളത് ഇന്നത്തെ ഈ നല്ല ദിവസം? വി ആർ ടോക്കിംഗ് ടു അവർ മലയാളി ഓഡിയൻസ്, സ്പെഷ്യലി കനേഡിയൻ മലയാളി ഓഡിയൻസ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഡെഫിനറ്റ്ലി മിനിയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്. എനിക്ക് ഇത് പറയാനുള്ളത്, ഈ ബിസിനസ് ഒരു ബ്യൂട്ടി എനിക്ക് പറയാനുള്ളത്, എന്റെ കൺസേൺ എപ്പോഴും ഫാമിലി ആയിരുന്നു. ഓക്കെ, എനിക്ക് എന്റെ പിള്ളേരെ തന്നെ വിടണ്ട, അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാണ്, അവർ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് കാണും. കാരണം ടീനേജിൽ നമുക്ക് അറിയാലോ, നമ്മുടെ പിള്ളേർ ആസ് എ ഇന്ത്യൻ പേരൻസ്, നമ്മൾ ഇവിടെ അല്ലല്ലോ ജനിച്ചു വളർന്നത്, നമ്മൾ ഇന്ത്യൻ പേരൻസ് ആണ്, നമുക്ക് എപ്പോഴും അവരുടെ സേഫ്റ്റി, അവരെ ഗൈഡ് ചെയ്യാനുള്ള എപ്പോഴും ഇതുണ്ടാവും. ഓക്കെ, അപ്പം എനിക്ക് എന്റെ പിള്ളേരുടെ കൂടെ എപ്പോഴും ഉണ്ടാണ്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് ഇതാണ്, ഇത് എനിക്ക് എന്റെ കംഫർട്ട് ആണെങ്കിലും എനിക്ക് എന്റെ പിള്ളേരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഹൗസ് വൈഫാണ്, അവർക്ക് ചെയ്യാം. സൈഡ് ഹസലായിട്ട് ആൾക്കാർക്ക് ചെയ്യാം. ആണുങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ, എല്ലാവരും ചെയ്യുന്നുണ്ട്, നിങ്ങളും വാ, എല്ലാവരും ചെയ്യും. കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ എന്റെ മെസ്സേജ് ഇത്രയുള്ള എല്ലാ മലയാളീസിനും, നമ്മൾ എന്തിനാ പുറകെ നിൽക്കുന്നത്, നമ്മളും ചെയ്യാം, നമ്മളും ഇത് മുമ്പോട്ട് മൂവ് ചെയ്യാം. ഇതിന്ന് കൂടുതൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഇത് റാപ്പ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. സോ താങ്ക് യു സോ മച്ച് മിനി, ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തന്നത്. വെരി വെൽക്കം. ഐ ഹോപ്പ് ഞാൻ ഇനി ഒരു ലാസ്റ്റ് പറയുക, എന്റെ മലയാളം എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം നമ്മളവിടെ ഞാൻ എന്റെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കും, സ്റ്റാർട്ട് സ്പീക്കിംഗ് മലയാളം എന്നാണ്, കണക്ട് ആയി നിൽക്കും. അപ്പം എല്ലാ മലയാളീസിനും ഞങ്ങളുടെ ബായ്, നമസ്കാരം. ഓക്കെ, താങ്ക് യു ദീപ്തി. എന്നെ ദീപ്തിയുടെ പേജിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നല്ല ടോക്ക് ചെയ്തു. വെരി വെൽക്കം മിനി. ആൻഡ് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, സ്പെഷ്യലി ഓൾ ദ മലയാളി പ്രേക്ഷകർക്കും, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. നിങ്ങൾ നമ്മുടെ ഈ കോൺവെർസേഷൻ യു ആക്ച്വലി ഹേർഡ് us ഔട്ട്. ആൻഡ് ഈ പറഞ്ഞ ഇത്രയും സമയത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ സമയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, വി ആർ ഹിയർ, വി ആർ ഓൺ അവർ ബിസിനസ് പേജസ്.
പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. നമുക്ക് ഒരു കോൾ, ഒരു മെസ്സേജ് അത്രയുടെ ആവശ്യമേ ഉള്ളൂ. ആൻഡ് വി ആർ ഓൾ റിയൽ പീപ്പിൾ, അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, മിനി ആൻഡ് മീ ആർ സൈനിങ് ഓഫ് ഫോർ ടുഡേസ് കോൺവെർസേഷൻ. മിനി പറഞ്ഞതുപോലെ നമസ്കാരം. Thank you, Deepthi. Okay, bye. Bye, Minnie. See you soon. Bye.